നമ്മൾ വായിച്ച രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ചെങ്കടൽ, അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് എരിഹോ വീണ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളതൊന്നും എഴുതിയില്ല. അപ്പോൾ വിശ്വാസത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം വേണമെന്നുള്ളത് നമ്മൾ പോയി പഠിച്ചുകൊണ്ടിരുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ കൂടെ ദൈവാത്മാവ് സംസാരിച്ച് ശക്തമായി ഇടപെട്ട ചില ഭാഗങ്ങളിൽ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഭവമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, എരിഹോ മതിൽ ഇടിഞ്ഞു വീണ് 3300 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മതിലുകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. നിന്നെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ പ്രോഗ്രസ്സിനെ തടയാൻ സാധ്യമല്ല. കാരണം പ്രോഗ്രസ് തരുന്ന ഒരു ദൈവമാണ് കൂടെയുള്ളത്. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പം ഇവിടെ യെരിഹോയുടെ മുന്നിൽ വന്ന് നിൽക്കുക. സ്തോത്രം. ആര്? യോശുവയും കൂട്ടരും. അവിടെ നിൽക്കുമ്പോൾ യോശുവയ്ക്ക് ആദ്യമേ ഒന്ന് ഭയപ്പെട്ടെങ്കിലും ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾക്കൊരു ഉറപ്പ് കിട്ടി. എന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ, ഈ എരിഹോ മതിലിൻ്റെ ആയുസ് 7 ദിവസമേ ഉള്ളൂ. ഹല്ലേലൂയ. മതിലവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വർഷങ്ങൾ പഴക്കമുള്ള മതിലാണെങ്കിലും നീ വന്നത് വെറുതെ അല്ല വന്നത്. നീ വന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തവുമായിട്ടാ, ദൈവത്തിൻ്റെ സാന്നിധ്യവുമായിട്ടാ, ദൈവത്തിൻ്റെ അഭിഷേകവുമായിട്ടാ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ അഭിഷേകമായി വന്നു നിൽക്കുന്ന ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും ഇന്ന് പകൽ പറ, അതിൻ്റെ ആയുസ് 7 ദിവസമേ ഉള്ളൂ. 7 ദിവസമേ ഉള്ളൂ. 7 ദിവസമേ ഉള്ളൂ. 7 പൂർണ്ണതയെ കാണിക്കുക. തീർന്നു. നിന്നെ തടയുന്ന വിഷയങ്ങൾ തീർന്നു. 7 ദിവസമേ ആയുസുള്ളൂ. 7 ദിവസത്തിനകത്ത് അത് നിന്റെ മുമ്പിൽ സമഭൂമിയാകും. അത് നിന്റെ മുമ്പിൽ സമഭൂമിയാകും. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പറ, എനിക്ക് വാഗ്ദത്തം കൈമാറി കിട്ടിയിട്ടുണ്ട്. വാഗ്ദത്തത്തിൽ തന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ പറ, 7 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് ആയുസില്ല.